Okay, now in this class we will learn about different data models. Okay, data model means how we can arrange the database. Database design എങ്ങനെ ചെയ്യാം, എങ്ങനെ database design ചെയ്യാം. That's known as data models. A collection of tools for describing data, relationship among data, semantics or meaning of data, and constraints. Constraint means some imposing, ഒരു ചില restrictions impose ചെയ്യുക, അതാണ് ഡാറ്റ കൺസ്ട്രെയിൻ. നമ്മൾ നേരത്തെ ഒരു 500 രൂപയുടെ കണക്ക് പറയുന്നു, നമ്മൾ മിനിമം ബാലൻസ് 500 rupees വെക്കണം. ഇറ്റ്സ് എ കൺസ്ട്രെയിൻ. അല്ല സിമ്പിൾ ആയിട്ട് പറയുമെങ്കിൽ ഡേറ്റ് ഒരു ഡേറ്റ് ഓഫ് ബർത്ത്, അപ്പൊ ഡേറ്റ് ആണ് കൺസ്ട്രെയിൻ. അത് ഡേറ്റ് ഓഫ് ബർത്തിന്റെ ഫോമിൽ മാത്രമേ പറ്റുള്ളൂ. ഡേറ്റ് ആകുമ്പോൾ എന്ത് വേണം, മന്ത് 1 to 12 വരെ പറ്റും. 13, 14 ഒന്നും മന്തിന് നമ്പർ പറ്റില്ല. അതുപോലെ ഡേറ്റ് എന്നാലോ മാക്സിമം 31 പറ്റും, 32, 33 ഒന്നും പറ്റില്ല. ദീസ് ആർ നോൺ ആസ് കൺസ്ട്രെയിൻസ്. അപ്പൊ പാസ്വേഡ് നമുക്കറിയാം, നമ്മൾ പാസ്വേഡ് ക്രിയേറ്റ് ചെയ്യുമ്പോൾ എങ്ങനെയാ, അതിൽ ക്യാരക്ടേഴ്സ് വേണം, ആൽഫബറ്റ്സ് വേണം, ക്യാപിറ്റൽ ലെറ്റർ വേണം, മറ്റു ഡിഫറെന്റ് സിമ്പിൾസ് വേണം, നമ്പേഴ്സ് വേണം, ഇങ്ങനെ കുറെ റെസ്ട്രിക്ഷൻസ് വെക്കുന്നുണ്ട്. ദീസ് ആർ ദ കൺസ്ട്രെയിൻസ് ഓഫ് എ ഡേറ്റ. ഇതാണ് ഡാറ്റ കൺസ്ട്രെയിൻ. മീനിങ് ബേസിക്കലി അതാണ് ഉദ്ദേശം. ഡാറ്റാബേസ് പറയുമ്പോൾ ചില കൺസ്ട്രെയിൻസ് ഉണ്ടാവും, ഡേറ്റ ഉണ്ടാവും, അവർ നമ്മൾ റിലേഷൻഷിപ്പ് എന്താണെന്നുണ്ടാവും, മീനിങ് ഓഫ് ഡേറ്റ, ഈ ഡേറ്റയുടെ മീനിങ് എന്താണ്, അത്രയും കാര്യങ്ങൾ ഇതിനകത്ത് ഡാറ്റ മോഡൽസ് നിർബന്ധമായും വേണം. Now we will learn about different models based on this. The first one is entity relationship model. Okay. Second one is relational model. Other models are object-oriented models, semi-constructed data models, network model, hierarchical model, record-based model. അങ്ങനെ കുറച്ച് മോഡൽസ് ഉണ്ട്. ഈ ക്ലാസ്സിൽ നമ്മൾ entity relationship model മാത്രമേ കവർ ചെയ്യുന്നു. Okay, we are covering only one, that is ER model, entity relationship model. ER ക്യാപിറ്റൽ രണ്ടിനെയും ക്യാപിറ്റൽ ഫസ്റ്റ് ലെറ്റർ മാത്രം എടുത്തു കഴിഞ്ഞാൽ കോമൺ ആയിട്ട് പറയുന്ന പേരാണ് ER മോഡൽ. ഓക്കെ, ER മോഡൽ. ഓക്കെ, the basic building blocks of a data model are entity, attribute, relationship and constraint. ഇതാണ് നമ്മൾ ആദ്യം കണ്ട കാര്യം. Entity, attribute, relationship and constraint. Entity means anything about which data are to be collected and stored. ഒരു പേര് മാത്രമേ ഉള്ളൂ, എന്താണ് ഡേറ്റ, അതാണ് entity ഉദ്ദേശിക്കുന്നത്. നേരത്തെ നമ്മൾ പറഞ്ഞ എക്സാമ്പിൾ, ഒരു ബാങ്കിന്റെ എക്സാമ്പിൾ എടുക്കുകയാണെങ്കിൽ കസ്റ്റമർ ഇസ് എൻ എൻറ്റിറ്റി. ഓക്കെ, ബാങ്ക് ഓഫീസർ ഇസ് എൻ എൻറ്റിറ്റി. നമ്മുടെ ഒരു യൂണിവേഴ്സിറ്റി സ്ട്രക്ചർ എടുക്കുകയാണെങ്കിലോ, ഈ സ്റ്റുഡന്റ് ഇസ് എൻ എൻറ്റിറ്റി, ഈ ടീച്ചർ ഇസ് എൻ എൻറ്റിറ്റി, ദ പ്രിൻസിപ്പൽ ഇസ് എൻ എൻറ്റിറ്റി, ഓഫീസ് സ്റ്റാഫ് ഇസ് എൻ എൻറ്റിറ്റി, വരുന്ന പാരന്റ്സ് ഇസ് എൻ എൻറ്റിറ്റി. ഇതുമായിട്ട് ബന്ധപ്പെടുന്ന എല്ലാവരും അതിന്റെ എൻറ്റിറ്റീസ് ആണ്. ഓക്കെ, നമ്മൾ ആർക്കൊക്കെ ഡാറ്റ നമ്മൾക്കകത്ത് വേണം, ആരെ പറ്റി ഡാറ്റ എല്ലാം കളക്ട് ചെയ്യണം, അതെല്ലാം അതിന്റെ എൻറ്റിറ്റീസ് ആണ്. Attributes means the characteristics of entity. ഇപ്പോൾ സ്റ്റുഡന്റ് എടുക്കാൻ, സ്റ്റുഡന്റ് എന്തെല്ലാം ഇൻഫർമേഷൻ നമ്മൾ സ്റ്റോർ ചെയ്യണം, സ്റ്റുഡന്റിന്റെ പേര് വേണം, റോൾ നമ്പർ വേണം, ഏജ് വേണം, പഠിക്കുന്ന കോഴ്സ് വേണം, അയാളുടെ അഡ്രസ് വേണം, ഫോൺ നമ്പർ വേണം, ഇതെല്ലാം ക്യാരക്ടറിസ്റ്റിക്സ് ആണ്. The characteristics of an entity is known as an attribute. Okay, attribute means the characteristics of an entity. The third one is relationship. എങ്ങനെ റിലേറ്റ് ചെയ്യാം, ഒരു ടീച്ചർ 30 കുട്ടികളായിട്ട് റിലേറ്റ് ചെയ്യാം. അപ്പൊ ടീച്ചർ സ്റ്റുഡന്റ് എന്ന് പറയുന്ന ഒരു ടീച്ചർ 30 സ്റ്റുഡൻസ്, 1 to many. അപ്പൊ സ്റ്റുഡന്റ് ടീച്ചർ ആണെങ്കിലോ many to 1. അപ്പൊ എങ്ങനെ റിലേറ്റ് ചെയ്യാം. ഓക്കെ, ഫ്രണ്ട്സ് എടുക്കുകയാണെങ്കിലോ ഒരാൾക്ക് എത്ര ഫ്രണ്ട്സ് ഉണ്ട്, many to many. പല ഫ്രണ്ട്സിന് പല അങ്ങോട്ടും ഇങ്ങോട്ടും ഫ്രണ്ട്സ് ഉണ്ടാവും. ഓക്കെ, this is how the entities are related. Okay, 1 to many relationships are there, many to 1 are there, many to many are there, and 1 to 1 are there. Constraint, I have already told you, it is restriction based on data. ആ ഡാറ്റയിൽ കൊടുക്കുന്ന കുറച്ച് റെസ്ട്രിക്ഷൻ എന്തിനു വേണ്ടിയിട്ടാണ്, ഡാറ്റയിൽ അപ്പുറത്തേക്ക് പോകരുത്, ഡാറ്റ ഇങ്ങനെയൊക്കെ വേണം വരാനായിട്ട്. ഇപ്പൊ നമ്മൾ മാർക്കിന് എടുക്കുകയാണ്, നിങ്ങളുടെ കുട്ടികളുടെ മാർക്ക് എടുക്കുകയാണ്, മാർക്ക് ഔട്ട് ഓഫ് 100 ആണെങ്കിൽ ഒരിക്കലും 100 കൂടുതൽ മാർക്ക് വരാൻ പാടില്ല, അല്ലെ? മാർക്കിന്റെ മാക്സിമം ലിമിറ്റ് 100 ആണ്. അതുപോലെ നെഗറ്റീവ് വാല്യൂസ് വരാൻ പാടില്ല. 0 വരും, 0 വരാം, അല്ലെ? ഒരിക്കലും നമ്മൾ 100-നേക്കാൾ മുകളിലേക്ക് മാർക്ക് വരില്ല. അതൊക്കെയാണ് അതിന്റെ റെസ്ട്രിക്ഷൻസ്, ഒരു ഡേറ്റയ്ക്ക് കൊടുക്കുന്ന റെസ്ട്രിക്ഷൻ. അതിലൊരു കുട്ടിയുടെ പേരാണ് നമ്മുടെ ആട്രിബ്യൂട്ട്. ഒരു കുട്ടിയുടെ പേരാകുമ്പോൾ നമുക്ക് ഇംഗ്ലീഷിൽ എഴുതാം അല്ലെങ്കിൽ മലയാളത്തിൽ എഴുതാം, പക്ഷെ ഒരിക്കലും 1 to 3 പേരിൽ വരില്ല. ആതിര 1, അങ്ങനെ നമ്മൾ 1 2 3 നമ്പേഴ്സ് ഒരിക്കലും വരില്ല. അപ്പോൾ അതിന് ക്യാരക്ടേഴ്സ് മാത്രമേ വരാൻ പാടുള്ളൂ. That's a restriction. That is the constraint we are imposing on a data. This is the restriction on a data. It is known as a constraint. Clear? These are the building blocks of a data model. എന്തൊക്കെയാണ്? ഒന്ന് entity. Entity means anything about data. നമ്മുടെ ഡാറ്റാബേസിൽ ആരൊക്കെ ഉണ്ട്, ആരൊക്കെ ഇൻഫർമേഷൻ നമ്മൾ കളക്ട് ചെയ്യുന്നുണ്ട്, ആരൊക്കെ നമ്മൾ റിലേഷൻഷിപ്പ് ഉണ്ടാക്കേണ്ടത്, അതാണ് entity.
Entity describe attribute. Relationship means the way in which these entities are related. Constraint means the restriction placed on the data. Okay. Now the attributes can be simple and composite attribute. Simple attribute avam, or composite attribute avam. Simple attribute means it cannot be divided further. Divide. Composite attribute means it can be divided into subparts. Okay. Otherwise, single valued and multi-valued attributes. One attribute value single valued. One attribute multiple values possible, it is known as a multi-valued attribute. Okay. Null attribute. Null attribute means attributes not known, not applicable, or missing data. They are known as null attributes. Null the value. We don't know what the value is. But applicable. In case null attribute. Last one is derived attributes. One attribute derive. For example, joining date is known. Service side. Derive. Okay, date of birth attribute age on age. Date of birth derive current date. The current date area. Age attribute is a derived attribute. And the attribute derived it is known as a derived attribute. Okay. Let's see all these attributes again. So look at the example. These are the composite attributes. Name can be divided again further. First name, second name, third name, etc. Pende peran rendu name undu Jomi John. First name undu, last name undu. The case initials undav. Adira P Sun. First name undav, double initial value undav, last name undav. Okay. The name can be divided again further. First name we divide. First name is the simple attribute. Okay. Here is the composite attribute. Name is a composite attribute. Roll number we divide. And roll number 12 that's a simple attribute. Clear? Address can be again divided further. Street, city, state, and postal code. Street number, street name, apartment number divide. City divide. State divide. Postal code divide. So postal code is a simple attribute. But address is a composite attribute. So clear, this is the first one, simple and composite attribute. Next is single value. Single valued and multi-valued attribute. Single value means a value. For example, in a case, phone number attribute. So, phone number and pala or Pandaka SIM and out, SIM and pala phone number. Phone number and values multiple values. So roll number is a single valued attribute. Okay. Register number, admission number, these are all single valued attribute. But shall attribute multiple values shall attribute single values. Null attribute null attribute the case null attribute. Derived attributes, the attribute which can be divided further. These are the mapping coordinates 1-to-1. An entity in A is associated with at most one entity in B. Okay, entity in A in B like B in A like. This is known as 1-to-1 correspondence. Next is 1-to-many. An entity in A is associated with any number of entities in B. An entity in B can be associated with only one entity. This is 1-to-many. A in B like B in A like B2 A1 in the B1 and B2. Okay, A1 in the B1 and B2, A2 in the B3, B4 and A3 in the B5. Or I'll call B1 B1 and A1 or B2 like B2 and A like okay, B3 in A2 like B4 and A2 like B5 and A2 like. This is known as 1-to-many. This is known as cardinality. Next is many-to-one. Many elements on the lake. That's A1 A2 would connect to the B1 lake. A3 A4 would A4 A5 would B3 lake. Then one island or no many to one. What an B1 in the randomly connected. B3 like the randomly connected. This is many to one. Many to many. Even entity in A associated with any number of entities B, and entity in B associated with any number of entities in A, which is known as mapping coordinates.
Now we are actually learning about ER model. This ER model components നമ്മൾ ഇപ്പോൾ പറഞ്ഞുകൊണ്ടിരുന്നത് ഇതെല്ലാ മോഡലും applicable ആണ്. നമ്മൾ ഇപ്പോൾ പറഞ്ഞ കാര്യം entity, attributes ഒക്കെ ഇനി പറഞ്ഞ എല്ലാ മോഡലും applicable ആണ്. Now we are going to deal particularly with entity relationship model, ER model. ER model represents the real world. Entities are objects like customers, accounts, bank branch, etc. Relationship means account A101 is held by customer John. So customer ഈ account നമ്മൾ related ആണ്. Okay, relationships depositor associated with customer and account. അതായത് നമ്മൾ കസ്റ്റമർ ആണെങ്കിൽ ഒരു അക്കൗണ്ട് ഉണ്ടാവും. അപ്പൊ കസ്റ്റമറും അക്കൗണ്ടും തമ്മിൽ റിലേറ്റഡ് ആണ്. കസ്റ്റമർ ഇസ് എൻ എൻറ്റിറ്റി, അക്കൗണ്ട് ഇസ് എൻ എൻറ്റിറ്റി. ദീസ് ആർ റിലേറ്റഡ് ബൈ ഡെപ്പോസിറ്റ്. കസ്റ്റമർ ഡെപ്പോസിറ്റ്സ് അക്കൗണ്ട്, കസ്റ്റമർ ടേക്സ് ലോൺ ഫ്രം ലോൺ അക്കൗണ്ട്. ഇതൊക്കെയാണ് റിലേഷൻസ് എന്ന് പറയുന്നത്. ദിസ് ഇസ് എ വൈഡ്ലി യൂസ്ഡ് ഡേറ്റാബേസ് ഡിസൈൻ മോഡൽ. ഓക്കെ, എന്ത് റിയൽ വേൾഡ് ആപ്ലിക്കേഷൻ നമുക്ക് ER മോഡലായിട്ട് കൺവേർട്ട് ചെയ്യാം. ഒരു പേപ്പർ ആൻഡ് പെൻ വെച്ചിട്ട് നമുക്ക് മോഡൽസ് എല്ലാം വരയ്ക്കാം. അതിനുശേഷമാണ് ആ മോഡൽസ് ഇംപ്ലിമെന്റ് ചെയ്യാൻ നോക്കുള്ളൂ. ക്ലിയർ? ദിസ് ഇസ് ER മോഡൽ. A ER model is based on a set of objects called entities and relationship among these models. ER model. Entity എന്ന് വെച്ചാൽ എന്താ? ഒരു ഒബ്ജക്റ്റ് ആണ്. ആ ഒബ്ജക്റ്റ് തമ്മിൽ റിലേഷൻഷിപ്പ് ആണ് അത് പറയുന്നത്. It's a widely accepted and adapted graphical tool for data modeling introduced by Chen in 1976. Entity is a thing or object in the real world that is distinguishable from all other objects. An entity has a set of properties and the values of some set of properties may uniquely identify the entity. ഒരു എൻറ്റിറ്റിക്ക് കുറെ പ്രോപ്പർട്ടീസ് ഉണ്ടാവും, അതിന്റെ വാല്യൂസ് എന്താണെന്നുള്ളത് ആ എൻറ്റിറ്റിനെ ഐഡന്റിഫൈ ചെയ്യും. Entity may be concrete as a person or a book, or it may be abstract as a loan, holiday, or a concept. നേരത്തെ പറഞ്ഞ എൻറ്റിറ്റീസ് ഒക്കെ കോൺക്രീറ്റ് ആയിരുന്നു, ഒരു ഫിസിക്കൽ പേഴ്സൺ ഉണ്ടായിരുന്നു. അതുപോലെ ഒരു അക്കൗണ്ട് വേണമെങ്കിൽ നമുക്ക് എൻറ്റിറ്റി ആയിട്ട് എടുക്കാം. ഒരു ലോൺ അക്കൗണ്ടോ അല്ലെങ്കിൽ കസ്റ്റമർ അക്കൗണ്ടോ ഒക്കെ എൻറ്റിറ്റി ആയിട്ട് എടുക്കാം. ഓക്കെ, ദിസ് അബൌട്ട് എൻറ്റിറ്റി റിലേഷൻ മോഡൽ. A relationship is an association among several entities. For example, a deposit relationship associated with a customer with each account. Okay, the set of all relationships of the same type are known as relationship sets. An entity set is a set of entities of the same type. An attribute entity maps entity set into a domain. We'll see what a domain is. Okay, entity can be described as a set of attribute data value pairs. Entity set need not be disjoint. An entity is represented by a set of attributes. Attributes are descriptive properties processed by each member of an entity set. For each attribute, there is a set of possible values called domain value and the value set of that attribute. The concept is very clear. In entity relationship model, these three figures in a rectangle which represents the entity sets, set of all entities. Ellipses which represents the attributes of entity. Attributes are example. Diamond represents the relationships. Lines to link entity set into other components of the ER model. Double ellipse contains multi-valued attributes. Multi-values in the only values values. Dashed ellipses denote the derived attributes. The derived attributes, we don't know the exact attribute, but we know how to derive it. Okay. Next is double lines, which indicate the total participation of an entity in a relationship set. This is an example of an ER model. What is this rectangle represent? Rectangle represents an entity. Okay, this is an entity. Customer is an entity. Here also account is an entity. Customer is an entity. Account is an entity. These are the attributes. Customer endellam varam, customer ID varam, customer name varam, customer street varam, customer city varam. These are the attributes of the entity customer. Account ആണെങ്കിൽ account number ഉണ്ടാവും, balance ഉണ്ടാവും. നിങ്ങൾക്ക് എന്തെങ്കിലും വേണമെങ്കിൽ അതെല്ലാം ആഡ് ചെയ്യാം. ഇതെല്ലാമാണ് attributes. They are connected through lines. Using these lines, we connect them. Here also we are using line. Here also we are using line. Now, this entity is related to this entity using the depositor. This is a relationship. This is entity, this is relationship. ഇപ്പോൾ ഇവിടെ എന്താ വന്നേക്കുന്നത്? Entity customer and account are related to each other using the depositor relationship. Okay. Here the relationship is depositor. We have deposit relationship. Clear? This is how they are related. This is about ER model. Okay. Is it clear now? Here what are the entities? These entities are customer and account. Relationship endana depositor. What are the attributes? Customer ID, name, customer street, and customer city. That belongs to customer. Other attributes are account number and balance, which belongs to account. Okay. In the multi-valued ആണ് നമുക്ക് എന്ത് വേണം?
ഡബിൾ എലിപ്സ് വരയ്ക്കണം. സിംഗിൾ എലിപ്സിന് പകരം ഇവിടെ ഡബിൾ എലിപ്സ് വരയ്ക്കണം. രണ്ട് വട്ടം വരയ്ക്കണം. ഡിറൈവ്ഡ് ആട്രിബ്യൂട്ട്സ് ആണെങ്കിലോ ഡബിൾ ലൈൻസ് വരയ്ക്കണം. ഓക്കെ, സോറി, ഡാഷ് എലിപ്സസ് വരയ്ക്കണം. എലിപ്സിൽ കുത്തിയുള്ള എലിപ്സുകൾ വരയ്ക്കണം. ഇതൊക്കെ തന്നെ ഇതിനകത്തുള്ളൂ. ഡയമണ്ട്സ് റെപ്രസെന്റ്, ലുക്ക് അറ്റ് ദിസ്, ഇസ് ക്ലിയർ. Rectangle represents the entity set. Ellipses represent the entity attributes. Diamonds relationship. Lines link the attributes to each other. Double lines, double lines നമ്മൾ വരച്ചിട്ടില്ല, which denotes multi-valued attributes. Dash ellipse denoted derived attributes. Okay, double lines indicate the total participation of entity in a relationship set. Double lines ഉദ്ദേശിക്കുന്നത് വേറെ എങ്ങോട്ടും റിലേറ്റ് ചെയ്തിട്ടില്ല. ഇപ്പൊ കസ്റ്റമറും അക്കൗണ്ട് നമ്മൾ ഡെപ്പോസിറ്റ് ചെയ്തിട്ടുണ്ട്. കസ്റ്റമർ വേണമെങ്കിൽ ലോണിലേക്ക് വേണമെങ്കിൽ കണക്ട് ചെയ്യാം. അക്കൗണ്ടിൽ നിന്ന് വേണമെങ്കിൽ വേറെ എന്തെങ്കിലും നമുക്ക് ഫിക്സ്ഡ് അക്കൗണ്ടിലേക്ക് വേണമെങ്കിൽ കണക്ട് ചെയ്യാം. ഇതൊന്നുമില്ല, ഇതിൽ മാത്രം ഉള്ളെങ്കിലാണ് മാത്രം നമ്മൾ ഡബിൾ ലൈൻസ് വരും. Clear? This is ER model of a customer account relationship. Now, as an exercise, you draw the ER model of a teacher-student relationship. So, teacher എന്നൊരു entity വരയ്ക്കണം, സ്റ്റുഡന്റ് എന്നൊരു entity വരയ്ക്കണം. ഇത് തമ്മിൽ ഒരു റിലേഷൻഷിപ്പ് എന്തെങ്കിലും പേരിടുക, ടീച്ചിങ്ങിനോ ക്ലാസ് റൂമിനോ എന്തെങ്കിലും പേരിടുക. ഓക്കെ, എന്നിട്ട് അതിന്റെ ഒരു മോഡൽ വരയ്ക്കാം. ഓക്കെ, you can stop here. Thank you.